ചേട്ടാ, ഞാൻ നുണ പറയുന്നതല്ല. എനിക്ക് കുഞ്ഞിനെയും കുഞ്ഞിന്റെ അമ്മയും നന്നായിട്ട് അറിയാം. നിങ്ങൾ ഏത് വീട്ടിലാണെന്ന് പറയൂ. നിങ്ങൾ എനിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടെ കുഞ്ഞുമായി സ്റ്റേഷനിലേക്ക് പോവാം. അവര് തീരുമാനിക്കട്ടെ കാര്യങ്ങൾ. എന്നിട്ട് നമുക്ക് ഈ കുഞ്ഞിന്റെ അമ്മയെ വിളിപ്പിക്കാം. എന്ത് പറ്റി ഋതിക മാഡം? എന്താ ദിവ്യ എവിടെ? ഇത് ദിവ്യയുടെ കുഞ്ഞല്ലേ? രാജു, ദിവ്യ കാണാനില്ല. കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ദിവ്യ എവിടേക്കോ പോയി. ഈ ചേട്ടനെ കുഞ്ഞിനെ കണ്ടത്. ചേട്ടാ, നിങ്ങൾ ഈ കുഞ്ഞിന്റെ അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല മോനെ, ഞാൻ ഈ കുഞ്ഞിവിടെ കിടക്കുന്നതാ കണ്ടത്. താൻ വർമ്മ സാറിന്റെ പി എ രാജു അല്ലേ? അതെ. ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്തോ. വലിയ വലിയ വീടുകളിലെ ഇടപാടുകൾക്കിടയ്ക്ക് വെറുതെ കയറി പണി മേടിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. കുഞ്ഞിനെ വാങ്ങാം. രാജു, മേഡം, ദിവ്യ അറിയില്ല രാജു, എനിക്കെന്തോ പേടിയാവുന്നു. ദിവ്യ വല്ല കടുങ്കയും ചെയ്തു കാണുമെന്ന്. മേഡം, ഇതൊരു ആത്മഹത്യക്കുറിപ്പാ. രാജു, ഇനി നമ്മൾ എന്ത് ചെയ്യും രാജു? മേഡം, ദിവ്യ, എന്റെ മോൻ. ഞാൻ മരിച്ചേക്കാന്ന് ഓർത്ത് പോയതാ രാജുവേട്ട. പക്ഷെ എന്റെ കുഞ്ഞിന്റെ മുഖം ഓർത്തപ്പോ എനിക്കതിന് സാധിച്ചില്ല. ദിവ്യ, നീ എന്ത് പണിയാ കാണിക്കാൻ പോയത്? മരിക്കാനോ? ഒരു കുഞ്ഞുണ്ടായിട്ട് അവന്റെ ഭാവി പോലും നോക്കാതെ നീ എന്താ കാണിക്കാൻ പോയത്? ദീപക് അവനൊരു വിവരമില്ലാത്തവനാ. അവൻ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയാണോ നീ? ഈ കുഞ്ഞിനെ നിനക്ക് വളർത്തണ്ടേ? ഈ കുഞ്ഞ് വളരുന്നത് നിനക്ക് കാണണ്ടേ? ഈ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാവണ്ടേ? മതി രാജു, ഇവിടെ വഴിയിൽ നിന്നും വാളം ഉണ്ടാക്കണ്ട. ആദ്യം നമുക്ക് ദിവ്യയും കുഞ്ഞിനെ സേഫായ സ്ഥലത്തേക്ക് മാറ്റാം. ശരി ഋതിക മേഡം.